ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി ബി.ജെ.പിയെ സംബന്ധിച്ച് കടമ്പകളേറെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി ഒരു ലോക്സഭാ സീറ്റ് ബി.ജെ.പി നേടിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് നേട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ലഭിച്ച സീറ്റുകൾ അത്രയും തന്നെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല കെ സുരേന്ദ്രന്റെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം മാറ്റിയ സാഹചര്യത്തിൽ താൻ അത്ര നിസ്സാരക്കാരനല്ല എന്നുകൂടി തെളിയിക്കേണ്ട ബാധ്യത കൂടി രാജീവ് ചന്ദ്രശേഖറിന് വന്നിരിക്കുകയാണ്. ഇനി വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബി.ജെ.പി നേടിയത് 19% വോട്ട് വർധനവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആഭ്യന്തര സർവേ ബി.ജെ.പി നടത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ കൃത്യമായി തെളിഞ്ഞത് കേരളത്തിൽ ബി.ജെ.പിയുടെ അടിത്തറ ഭദ്രമാണെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം 24% പരം ബി.ജെ.പി വോട്ടുകളിൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ്. ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അധികാരമേൽക്കുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്മാരുടെ പട്ടിക നൽകുന്ന സാഹചര്യത്തിൽ ആദ്യം മുതലേ ഉയർന്നു കേട്ടിരുന്ന പേര് തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റേത് എങ്കിൽ പോലും അദ്ദേഹം ആദ്യമെല്ലാം തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനു മുന്നോടിയായി തന്നെ ചില നീക്കങ്ങളെല്ലാം തന്നെ അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിന്റെ ഭാഗമാണ് ആഭ്യന്തര സർവേയും. ഇതിന്റെ ഭാഗമായി ഏതാനും ചില മണ്ഡലങ്ങളെ കൂടി തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെയെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുകയുമാണ് ലക്ഷ്യം. അതിനുള്ള ആദ്യ ചുവടുവെപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി ഉന്നം വയ്ക്കുന്ന 7 മണ്ഡലങ്ങൾ ഏതെല്ലാമാണ് എന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം എക്കാലത്തും ബി.ജെ.പിക്ക് അനുകൂലമായ ജില്ല തന്നെയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ബി.ജെ.പിക്ക് അടിത്തറ നൽകുന്ന ഏതാനും ചില മണ്ഡലങ്ങളും ഏതാനും ചില പ്രദേശങ്ങളും തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 7 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമാണ്. അതിൽ ആദ്യത്തേത് നേമമാണ്, രണ്ടാമത്തേത് വട്ടിയൂർക്കാവ്, പിന്നെ കഴക്കൂട്ടം. അങ്ങനെ 3 മണ്ഡലങ്ങളാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി ശ്രദ്ധ ചെലുത്തുന്നത്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി പോലും ബി.ജെ.പിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിലേക്കുള്ള ആധിപത്യം ഉറപ്പിക്കൽ അഥവാ പ്രവേശനം ബി.ജെ.പിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്നും ആഭ്യന്തര സർവേയിൽ പറയുന്നുണ്ട്. ഇനി ശേഷം മറ്റുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് പിന്നീടുള്ള മണ്ഡലം. ചാത്തന്നൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം M5 ന്യൂസിൽ തന്നെ ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ചാത്തന്നൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ആ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ബി.ജെ.പിക്ക് എത്രമാത്രം സ്വാധീനം ചാത്തന്നൂർ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത്. ബി.ജെ.പിയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനമാണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിലേക്കുള്ള പ്രവേശനം ബി.ജെ.പിക്ക് വലിയ കടമയൊന്നും ആയിരിക്കുകയില്ല എന്നതാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. അടുത്തത് ആലപ്പുഴയിലെ കായംകുളമാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ബി.ജെ.പിയുടെ എക്കാലത്തെയും വളരെയധികം ഗ്യാരണ്ടിയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചതും അവിടെ വലിയ തരത്തിലുള്ള വോട്ടിന്റെ തോത് വർദ്ധിപ്പിച്ചതുമെല്ലാം തന്നെ നേട്ടമായി തന്നെയാണ് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. സ്വാഭാവികമായും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഈ വർധനവ് കായംകുളത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കായംകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കടന്നുവരവ്. മാത്രമല്ല കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള ആഭ്യന്തര പോരും ആഭ്യന്തര കലഹവുമെല്ലാം തന്നെ പലതരത്തിലുള്ള അവസര നിഷേധങ്ങളിലേക്കും നയിച്ചിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതോടെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് കായംകുളം മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് അത്ര കണ്ട് പ്രയാസമുള്ള കാര്യമായിരിക്കുകയില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മറ്റൊരു മണ്ഡലം പാലക്കാട് നിയമസഭാ മണ്ഡലം തന്നെയാണ്. കഴിഞ്ഞ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത്ര വലിയ കലഹങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. കെ സുരേന്ദ്രന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് മണ്ഡലത്തിൽ നടത്തിയത് എന്ന ശക്തമായ ആക്ഷേപം കെ സുരേന്ദ്രന് നേരെ ഉയർന്നിരുന്നു. ഇതിന്റെയെല്ലാം തന്നെ പരിണിത ഫലം കൊണ്ട് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ബി.ജെ.പിക്ക് കൈവിട്ടു പോയത് എന്ന ആക്ഷേപം ബി.ജെ.പിക്കുള്ളിൽ തന്നെ ശക്തമായി ഉയർന്നു വന്നതാണ്. ഇതിന്റെ ഭാഗമായാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി
BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോലും ചേക്കേറിയത്. മാത്രമല്ല, പാലക്കാട് എക്കാലത്തും സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കുന്ന വ്യക്തി C. കൃഷ്ണകുമാർ ആണ് എന്ന ആക്ഷേപം ഉയർന്നു വന്നു. അത് സന്ദീപ് വാര്യർ തൊടുത്തുവിട്ട അമ്പാണെങ്കിലും അതിന്റെ മുറുകെ പിടിച്ചു പോകാൻ നിരവധി BJP പ്രവർത്തകരുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനുശേഷം സുരേന്ദ്രന്റെ പിടിപ്പിക്കേട് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പരാജയം BJP-ക്ക് പാലക്കാട് സംഭവിച്ചത് എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ നടന്നു. നിരവധി BJP പ്രവർത്തകരെല്ലാം തന്നെ അതിൽ അണിചേരുകയും ചെയ്തിരുന്നു. പിന്നീട് തലനാരിഴയ്ക്ക് മാത്രമാണ് സുരേന്ദ്രൻ തന്റെ അധ്യക്ഷ സ്ഥാനം കൈവിട്ടു പോകാതെ പിടിച്ചു നിർത്തിയത്. ശേഷം ഇപ്പോൾ വീണ്ടും സുരേന്ദ്രൻ മാറുന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും C. കൃഷ്ണകുമാറിനെ വീണ്ടും കളത്തിലിറക്കാനുള്ള സാഹസികതയൊന്നും കാണിക്കുകയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച നിരവധി കലഹങ്ങൾ BJP-യിൽ തലപൊക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെയും ലക്ഷ്യം. മാത്രമല്ല, സുരേന്ദ്രനേക്കാൾ ഒരുപടി മുന്നിലാണ് താനെന്ന് തെളിയിക്കേണ്ട ബാധ്യതയും രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. അടുത്ത മണ്ഡലം പരിശോധിക്കുമ്പോൾ അത് തൃശൂർ നിയമസഭാ മണ്ഡലമാണ്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ 2021 സ്ഥാനാർത്ഥികൾ BJP-യുടെ സാരഥിയായി മത്സരിച്ചത് സുരേഷ് ഗോപിയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നത് പത്മജ വേണുഗോപാലും CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്നത് ബാലചന്ദ്രൻ മാഷുമാണ്. ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസമായിരുന്നു CPI സംബന്ധിച്ച അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് CPI-ക്ക് അത്ര എളുപ്പമല്ല തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ നിരവധി അന്തരങ്ങൾ ഉണ്ട് എങ്കിൽ പോലും CPI സംബന്ധിച്ച് CPI-യുടെ ഒരുപാട് വോട്ടുകൾ അഥവാ ഇടതുമുന്നണിയുടെ ഒരുപാട് വോട്ടുകൾക്ക് ഭംഗം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച പത്മജ വേണുഗോപാൽ പോലും ഇപ്പോൾ BJP-യിലേക്ക് ചേക്കേറിയതോടെ BJP-ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി തിളങ്ങി നിൽക്കുമ്പോൾ നിയമസഭാ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ വീണ്ടും തൃശ്ശൂരിലേക്ക് വരാനുള്ള സാധ്യതയേറെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് കോൺഗ്രസുമായുള്ള ഒരു തുറന്ന പോരിലേക്ക് കോൺഗ്രസിനുള്ള ശക്തമായ മറുപടിയായി പത്മജ ആ സാഹചര്യത്തെ മാറ്റാനുമുള്ള സാധ്യതയുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ പദ്ധതി എന്നത് ഈ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ 7 മണ്ഡലങ്ങളിലെ പ്രചരണ തന്ത്രങ്ങൾ തന്നെയായിരിക്കും. ഈ 7 മണ്ഡലങ്ങളിൽ എങ്ങനെയും വിജയിച്ച് കയറുക എന്നുള്ളത് തന്നെയായിരിക്കും അടിസ്ഥാന ലക്ഷ്യം.